ഹലോ ഓൾ. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഫസ്റ്റ് ഇയറിലേക്കുള്ള PSC എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈഡ് ഓപ്റ്റിക്സ് ആണ്. അതിൽ ഫോട്ടോണിക്സ് എന്നുള്ള ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LED പറ്റി പഠിച്ചു. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സോളാർ സെല്ലിനെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? സോളാർ സെല്ല്. അപ്പോൾ സോളാർ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോട്ടോ വോൾട്ടായിക് സെൽ. എന്താണ്? ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നാണ് സോളാർ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേര്. ആൻഡ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് സോളാർ സെല്ല് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ്, റേഡിയേഷൻസ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ എടുത്തതിന് ശേഷം അതിൽ നിന്നും എനർജി, ലൈറ്റ് എനർജിയെ എന്ത് മാറ്റുന്നു? ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയോ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോളാർ റേഡിയേഷനെ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്ന. സോ നമ്മളിവിടെ സോളാർ സെല്ലിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. ആൻഡ് ഈ കുറേ സോളാർ സെല്ലിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സോളാർ പാനൽസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് സോളാർ സെല്ലെന്ന് നോക്കാം. അതായത് ഇറ്റ് ഈസ് PN junctions designed as solar cells for photovoltaic electricity production. അപ്പോൾ ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ PN ജംഗ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യും? സോളാർ സെല്ലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോളാർ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ. സോളാർ സെൽ എന്ന് പറയുന്നതാണ് ഒരു സെമി കണ്ടക്ടറാണ്. അതെന്ത് ചെയ്യും? സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഈ ഒരു സോളാർ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോളാർ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്തുവാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ PN ജംഗ്ഷൻ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ. ഈ ഒരു PN ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആൻഡ് ദിസ് ഈസ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ആൻഡ് ഇവിടെ പിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ഇതിപ്പോൾ രണ്ടും ഈക്വൽ ഡയമെൻഷനാണ് വരച്ചേക്കുന്നത്. ആക്ച്വലി പിയുടെ ഭാഗം എന്ന് പറയുന്നത് തിന്നർ പാർട്ടാണ്. N ടൈപ്പ് ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിക്കർ പാർട്ട്. ഓക്കെ, നമ്മുടെ റേഡിയേഷൻ എന്ന് പറയുന്നത്, സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു PN ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും ആൻഡ് ജനറേറ്റ്സ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്. ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യും, വിച്ച് ആർ ദെൻ ഏബിൾ ടു ഫ്ലോ ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് പ്രൊവൈഡ് ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ ഇതിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ എന്ത് ചെയ്യും? റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു PN ജംഗ്ഷനിലേക്ക് വരും. അന്നേരം ഇതിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്തിട്ട് കുറേ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്, ഇത് ഞാൻ LED ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇതെന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ആയിട്ട് അതിങ്ങനെ ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ സോളാർ സെല്ലിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സിലിക്കൺ. ഓക്കെ, അപ്പോൾ സിലിക്കണിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആർ ഇൻ വാലൻസ് ബോണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ പോർഷൻ പഠിച്ചിട്ടില്ല എങ്കിലും പറയുവാണ്, അതിലൊരു വാലൻസ് ബാൻഡും ഉണ്ടാവും ആൻഡ് കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സിലിക്കോണിൻ്റെ കേസിൽ എന്താണ്? വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്താണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോളാർ സെല്ല് നമ്മൾ LED എന്ന് പറയുന്നത് ഏത് ബയസിങ്ങിലാണ്? ഫോർവേഡ് ബയസിങ്ങിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ സോളാർ സെല്ലും ഫങ്ഷൻ ആസ് എ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ. ഓക്കെ, ഫോർവേഡ് ബയസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ P സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്മളിവിടെ ഇപ്പോൾ ഒരു റെസിസ്റ്റർ RL എന്ന് പറഞ്ഞൊരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ RLൻ്റെ പോസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു P സൈഡിലേക്കും നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ N സൈഡിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഫോർവേഡ് ബയസിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ സോളാർ സെൽ ഫങ്ഷൻസ് ആസ് എ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ. കറണ്ട് ഫ്ലോ ഒക്കേഴ്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ്.
ഓക്കെ, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫോർവേഡ് ബയസിങ്ങിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇവിടത്തെ പ്രത്യേകത ഒന്ന്, ഇവിടെ ബയസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ബയസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സെമി കണ്ടക്ടറിൽ അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി കൂട്ടാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയസിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബയസിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0.5 മുതൽ 0.6 വോൾട്ടാണ് നമുക്ക് ഈ ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലൈറ്റ് ദാറ്റ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുകയാണ് കേട്ടോ. ലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് ദ PN ജംഗ്ഷൻ ആൻഡ് റീച്ചസ് ദ ഡിപ്ലീഷൻ റീജിയൻ ഓഫ് ദ സോളാർ സെൽ ജനറേറ്റ് ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ്. ഓക്കെ, ഈ ഒരു സൺലൈറ്റ് എന്ത് ചെയ്യുന്നു? ഡിപ്ലീഷൻ റീജിയൻ, ഇതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കേരിയേഴ്സ് വിൽ ഡ്രിഫ്റ്റ് അക്രോസ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡിപ്ലീഷൻ എന്താണ്, ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ, ഇവിടെ പോസിറ്റീവ് അയോൺസ് ഹോൾസ് ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇലക്ട്രോണിലേക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മളിവിടെ ഡ്രിഫ്റ്റ് അക്രോസ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് എൻ്റർ ദ N and P റീജിയൻസ് ആസ് മെജോറിറ്റി കേരിയേഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും? അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? മെജോറിറ്റി കേരിയേഴ്സ് ആണ്. So it is crucial to minimize the carrier recombination, allowing carriers to deliver available energy to the external circuit. അപ്പോൾ എന്താണ്? കാരിയർ റീകോമ്പിനേഷൻ എന്ത് ചെയ്യണം? നമ്മൾ മിനിമൈസ് ചെയ്യണം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മിനിമൈസ് കാരിയർ റീകോമ്പിനേഷൻ, അലോയിങ് കാരിയേഴ്സ് ടു ഡെലിവർ അവൈലബിൾ എനർജി ടു എക്സ്റ്റേണൽ സർക്യൂട്ട്. റീകോമ്പിനേഷൻ റിസൾട്ട്സ് ഇൻ ഹീറ്റ് ജനറേഷൻ. അപ്പോൾ ഇവിടെ റീകോമ്പിനേഷനാണ് എന്തിന് കാരണമാകുന്നത്? ഹീറ്റ് ജനറേറ്റ് ആകാനായിട്ട് കാരണമാകുന്നത്. And the available energy may also be optimized by minimizing the potential barrier. Potential barrier എത്രയാണ്? Q into V0 minus V. That is required to facilitate carrier drift across the depletion region. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന അവൈലബിൾ എനർജി, നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ എനർജി ഏതാണ്? സോളാർ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യണം? ബൈ മിനിമൈസിങ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യണം. എന്നാലല്ലേ ആ ഇലക്ട്രോൺസിനും ഹോൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ വരുന്ന ഈ എന്താണ് ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മിനിമൈസ് ചെയ്യണം. ആ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താണ്? Q into V0 minus V. That is required to facilitate carrier drift across the depletion region. The magnitude of Q into V0 minus V is subtracted from the semiconductor band gap, which reduces the available energy difference between electrons and holes. ഓക്കെ, അപ്പോൾ ഈ ഒരു Q into V0 minus V എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം? ബാൻഡ് ഗ്യാപ്പിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവൈലബിൾ എനർജി ഡിഫറൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ Q into V0 minus V എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ, ടു സ്മോൾ ആണെങ്കിൽ കേരിയേഴ്സ് വിൽ നോട്ട് ബി സ്വെപ്റ്റ് അക്രോസ് ദ ഡിപ്ലീഷൻ റീജിയൻ എഫക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു എന്താണ് ഇലക്ട്രോൺസിനും ഹോൾസിനും ഡിപ്ലീഷൻ റീജിയന് അക്രോസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. Okay, then if PN junction is illuminated in the junction region, okay, PN junction ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ജംഗ്ഷൻ റീജിയനിൽ illuminate, then the reverse current increases substantially due to electron hole pairs that are optically generated. അപ്പം ഞാൻ അതിൻ്റെ PN ജംഗ്ഷൻ്റെ എവിടെയാണ്? ജംഗ്ഷൻ റീജിയനിലാണ് ഇലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് സോളാർ റേഡിയേഷൻ വന്ന് തട്ടുന്നതെങ്കിൽ റിവേഴ്സ് ബയസ് അവിടെ നടക്കും. അങ്ങനെ എന്ത് ചെയ്യും? റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും സബ്സ്റ്റാൻഷ്യൽ ഡ്യൂ ടു എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ ഹോൾ പെയർസ് ദാറ്റ് ആർ ഒപ്റ്റിക്കലി ജനറേറ്റഡ്. അപ്പോൾ ഇവിടെ ലാർജർ കറണ്ട് എന്ന് പറഞ്ഞാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഡിഫ്യൂഷൻ കറണ്ട്. ഇൻ ഫോർവേഡ് ബയസ് ദ റിവേഴ്സ് കറണ്ട് സ്റ്റിൽ ഫ്ലോസ് ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി സ്മോളർ ദാൻ ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഫോർവേഡ് ബയസിൽ റിവേഴ്സ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡിഫ്യൂഷൻ കറണ്ടാണ് അവിടെ എന്തെന്ന് പറയുന്നത്? ലാർജറായിട്ട് വരുന്നത്. ഓക്കെ, അപ്രോപ്രിയേറ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോസ് ഔട്ട് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് PN ജംഗ്ഷൻ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് ദെൻ ഇൻ ടു ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് പറഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യണം? നമ്മളൊരു സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ P റീജിയൻ, ഇത് N റീജിയൻ ആണെങ്കിൽ കറണ്ട് ഫ്ലോസ് ഔട്ട് ദ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് വന്ന് എന്ത് ചെയ്യണം? ഈ ഒരു നെഗറ്റീവ് ടെർമിനലിലേക്ക് കയറണം. ഓക്കെ, നെഗറ്റീവ് N സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെൽ. നമ്മൾ വേറൊരു ഫിഗർ ഇതേപോലെ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അധികം ആവശ്യമില്ല. അടുത്തൊരു ഫിഗറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ,
എ ഫോട്ടോ ഡയോഡ് ഈസ് എ ലൈറ്റ് ഡിറ്റക്ടർ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ റിവേഴ്സ് ബയസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോളാർ സെൽ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലൈറ്റ് ഡിറ്റക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് എന്ത് ചെയ്യാം, റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് ഫ്ലോ സെയിം ആസ് സോളാർ സെല്ല്. ഓക്കെ, ഇതിൽ കറണ്ടൊക്കെ ഫ്ലോ ചെയ്യുന്ന സോളാർ സെല്ലിലുള്ള പോലെ തന്നെയാണ്, പക്ഷെ അത് റിവേഴ്സ് ബയസിലാണെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രം. എനർജി ഈസ് കൺസ്യൂം ദാൻ ദ അപ്പോൾ റിവേഴ്സ് ബയസിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുകയാണ് ദാൻ ജനറേറ്റഡ് ബിക്കോസ് ദ വോൾട്ടേജ് ഈസ് ഓഫ് ദ ഓപ്പോസിറ്റ് പൊളാരിറ്റി. അപ്പോൾ റിവേഴ്സ് ബയസിൽ സംഭവിക്കുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സോളാർ എനർജി അത് കൺസ്യൂം ചെയ്യുന്നു, അല്ലാണ്ട് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ആ എനർജിയെ കൺസ്യൂം ചെയ്തിട്ട് എന്താണ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ളതായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഫോട്ടോണിൻ്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കുക ഇക്വേഷൻ അറിയാം, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ്. ഫോട്ടോൺ എനർജി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ആസ് ലാർജസ്റ്റ് സെമി കണ്ടക്ടർ ബാൻഡ് ഗ്യാപ്പ്. ടോട്ടൽ മൊമെൻറ്റം വിൽ ആൾസോ ബി കൺസേർവ്ഡ്. ഓക്കെ, സോളാർ എനർജിയിൽ ടോട്ടൽ മൊമെൻറ്റം വിൽ ഓൾസോ ബി കൺസേർവ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ ലാംഡയാണ്. ഓക്കെ, ദെൻ നമുക്കിനി സെമി കണ്ടക്ടേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സോളാർ സെല്ലിൽ നമ്മൾ ഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യും, അതുപോലെ ഇൻഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ്ഡ് ഇൻ സോളാർ സെൽ എന്ന് പറയുന്നത് 3,5 സെമി കണ്ടക്ടർ ഗാലിയം ആർസനൈഡ് ആൻഡ് 2,6 സെമി കണ്ടക്ടർ, അതായത് കാഡ്മിയം ടെല്ലൂറൈഡ്. ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടറിലാണെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ ഹാവിങ് എനർജി എച്ച് ന്യൂ എന്ന് പറയുന്നത് ഫോർബിഡൻ ഡ്യൂ ടു റിക്വയർമെൻറ്റ് ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ. അപ്പോൾ ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ, നമുക്കിത് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചിരുന്നാൽ മതി. അല്ലാണ്ട് ഇതിൽ നമുക്ക് സോളാർ സെല്ലിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ എന്താണ് പ്രതീക്ഷിക്കേണ്ട. അത് ഏത് ബയസിങ്ങിലാണ്, ഫോർവേഡ് ബയസിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റാണ് അവിടെ വരുന്നത്, ഫോട്ടോ വോൾട്ടായിക് സെല്ലെന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ എന്താണ്, അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ ഹാവിങ് എനർജി എച്ച് ന്യൂ is forbidden due to requirement of momentum conservation. Most of the photons are absorbed in the thick p-type layer. അപ്പോൾ നമ്മളിവിടെ തിക്കായിട്ടുള്ള ലെയർ ഏതാണ്, പി ടൈപ്പ് ലെയർ ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഫോട്ടോൺസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ തിക്ക് പി ടൈപ്പ് ലെയർ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പി എന്ന് പറയുന്നത് തിന്നർ പാർട്ട് എന്നാണ് പറഞ്ഞത്, അല്ല, പി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ തിക്കർ പാർട്ട്. ഓക്കെ, പി എന്ന് പറയുന്നത് തിക്കർ പാർട്ടും എൻ പാർട്ട് എന്ന് പറഞ്ഞാൽ തിന്നർ പാർട്ടുമാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്, തിക്കായിട്ടുള്ള പി ടൈപ്പ് ലെയറിലാണ്. ദ ജനറേഷൻ റേറ്റ് ജി ഇൻറ്റു ഡിപ്ലീഷൻ റീജിയൻ വോളിയം WA ടു ഒബ്റ്റെയിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് കേരിയേഴ്സ് ജനറേറ്റഡ് പെർ യൂണിറ്റ് ടൈം ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേരിയേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ വരുന്ന കറണ്ട് ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു Q ഇൻറ്റു GW ആണ്. Q എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന കേരിയേഴ്സിൻ്റെ ചാർജ്. ഓക്കെ, ഇൻറ്റു GWA. ജി എന്ന് പറയുന്നത് ജനറേഷൻ റേറ്റ് ആണ്, W എന്നാണ് ഡിപ്ലീഷൻ റീജിയൻ വോളിയമാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം റിലേറ്റഡ്. ആൻഡ് അബ്രപ്റ്റ് സിലിക്കൺ PN ജംഗ്ഷൻ സോളാർ സെൽ അറ്റ് എ റൂം ടെമ്പറേച്ചർ ഈസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് yielding an optical generation rate. അപ്പോൾ ഇവിടെ ജനറേഷൻ റേറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, 5 × 10⁻⁹ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ജിയുടെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, ദ സോളാർ സെൽ ഹാസ് എ ജംഗ്ഷൻ ഏരിയ ഓഫ് 100 cm² ആൻഡ് എ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് 3 മൈക്രോമീറ്റർ. ഓക്കെ, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എത്രയാണ്, 3 മൈക്രോമീറ്റർ ആണ്. ആൻഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, J0 എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡെൻസിറ്റി. ആൻഡ് സിലിക്കൺ ഹാസ് എ കേരിയർ ലൈഫ് ടൈം ഓഫ് 2 × 10⁻⁶ സെക്കൻഡ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഒപ്റ്റിക്കലി ജനറേറ്റഡ് കറണ്ട് ദാറ്റ് ഈസ് ജനറേറ്റഡ് ഇൻസൈഡ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കൽ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, Q × GWA. Q എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് 1.6 × 10⁻⁹ അത്രയും കൂളം, അതായത് ചാർജ് ഓഫ് എ ഫോട്ടോൺ 1.6 × 10⁻⁹ കൂളം. ആൻഡ് അത് നമ്മൾ കാണാമായിരുന്നിരിക്കണം. ജി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 5 × 10⁻⁹ ഇൻറ്റു WA, അതായത് നമ്മുടെ അവിടുത്തെ WA എന്തായിരുന്നു പറഞ്ഞത്, ഡിപ്ലീഷൻ റീജിയൻ്റെ വോളിയം ആയിരുന്നു പറഞ്ഞത്. അവിടുത്തെ ഏരിയ ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്. അങ്ങനെ നമുക്ക് WA കണ്ടുപിടിച്ചാൽ എന്താണ്, ഏരിയ ഇൻറ്റു വിഡ്ത്താണ്. ഏരിയ എന്ന് പറയുന്നത് 100
സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു 3 മൈക്രോമീറ്റർ ആണ്, അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. സോ 3 × 10⁻⁴. സോ നമുക്കിവിടെ ആൻസേഴ്സ് ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് വന്നേക്കുന്നത്. സോ ഇവിടെയും സെൻറ്റിമീറ്റർ, ഇവിടെയും സെൻറ്റിമീറ്റർ. ആൻസർ നമുക്ക് കിട്ടുന്നത് 0.24 ആംപിയർ എന്നാണ്. ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇനി സോളാർ സെൽ ജനറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത്, അതായത് അറ്റ് വിച്ച് കേരിയേഴ്സ് ആർ ജനറേറ്റഡ് ബൈ ആൻ അബ്സോർബ്ഡ് ഫോട്ടോൺ. ഓക്കെ, അപ്പോൾ സോളാർ സെൽ ജനറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡെപ്ത് അറ്റ് വിച്ച് കേരിയേഴ്സ് ആർ ജനറേറ്റഡ് ബൈ ആൻ അബ്സോർബ്ഡ് ഫോട്ടോൺ. ഓക്കെ, അസ്യൂം ജനറേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൺലി 1 ഡെപ്ത്. സോളാർ സെല്ലിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഇങ്ങനെയാണ് ആ സോളാർ സെല്ല് വരുന്നത്. അതായത് ഇവിടെ ആയിട്ട് എൻ റീജിയൻ വരും, ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ. ദെൻ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്, തിക്കർ പാർട്ടാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഫോട്ടോൺ ഓഫ് എനർജി വന്ന് വീഴുന്ന എവിടെയാണ്, ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ വരും. ആൻഡ് അസ്യൂം ജനറേഷൻ ഓക്കേഴ്സ് ഓൺലി ആയിട്ട് 1 ഡെപ്ത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് എത്ര ഡെപ്ത് താഴെയാണ്, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെപ്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സോളാർ റേഡിയേഷൻ വന്ന് പതിക്കുമ്പോഴത്തേക്കും എന്ത് ഫോം ചെയ്യുന്നത്, അവിടെ നിന്ന് ജനറേഷൻ ഉണ്ടാകുന്നത്, എന്താ എനർജി ജനറേഷൻ ഉണ്ടാകുന്നത്. ദ സോളാർ സെൽ ഈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്, സോളാർ സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ ഡിഫ്യൂഷൻ ലെങ്ത് ഈസ് മച്ച് സ്മോളർ ദാൻ ദ സോളാർ തിക്നെസ്. ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, സോളാറിൻ്റെ തിക്നെസ്സിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി കോൺട്രിബ്യൂഷൻ ടു ദ യൂസബിൾ കറണ്ട് ഫ്ലോ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ദ പൊസിഷൻ ഓഫ് EHV generation in the p-type region. For optimum performance in solar cell of semi-infinite thickness, absorption depth of photon is smaller than the diffusion length. Okay, absorption depth of photon എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫ്യൂഷൻ ലെങ്തിനേക്കാളും സ്മോളർ ആയിരിക്കണം. ഇൻ സിലിക്കോൺ ഫോട്ടോൺസ് ആർ അബ്സോർബ്ഡ് ഓവർ എ ഡെപ്ത് ഓഫ് 100 മൈക്രോമീറ്റർ. അപ്പോൾ ആ ഒരു സിലിക്കണിൽ ആ ഒരു ഡെപ്ത് എത്രയാണ് വരുന്നത്, 100 മൈക്രോമീറ്റർ ആണ്. അതിൻ്റെ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത് ഇൻ ദ റേഞ്ച് ഓഫ് 1 mm ആണ്. സോ തിക്നെസ് ഓഫ് സോളാർ സെൽ എന്ന് പറയുന്നത് മോർ ദാൻ 1 mm ആയിരിക്കണം. ഇനി VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെല്ല് ഇത് നമുക്ക് ആവശ്യമാണ്. ഇവിടെ നോക്കിയേ, വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു IV കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം VOC ISC എന്നൊക്കെ കൊടുത്തേക്കുന്നത്. എന്താണ് VOC എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വെൻ ലോഡ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ends ഓഫ് സോളാർ സെൽ ഈസ് മാക്സിമം. ആ ഒരു ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് എത്രയാണ്, ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണ്. അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആണെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട്, കറണ്ട് അല്ല, വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ആകുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് വോൾട്ടേജ് ആണ് VOC. ഇനി ISC അതിന് ഈ ഒരു കർവിൽ ഇവിടെ ISC മാർക്ക് ചെയ്തിട്ടുണ്ട്. ISC എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ 0, അതായത് വെൻ ലോഡ് റെസിസ്റ്റൻസ് ഇസ് മിനിമം കറണ്ട് വിൽ ബി മാക്സിമം ഈസ് കോൾഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇനി എന്താ പറയുന്നത്, IM ഉം VM ഉം കാണിക്കുന്നുണ്ട് അല്ലേ. എന്താണ് IM, എന്താണ് VM? അതായത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് കറസ്പോണ്ട് ടു മാക്സിമം ഔട്ട്പുട്ട് പവർ. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് പവർ വരുന്നത് എപ്പോഴും ഈ ഒരു ബെൻഡിങ് പോയിന്റിലാണ്. IV കർവിൽ ബെൻഡിങ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം പവർ വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും വോൾട്ടേജുമാണ് IM ഉം VM എന്നും പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ PV കർവ്. അത് എന്താണ്, പവർ വേഴ്സസ് വോൾട്ടേജ് കർവാണ് ഈ വരച്ചേക്കുന്നത്. അതിൻ്റെ എന്താണ് ടിപ്പ്, ഏറ്റവും മുകളിലത്തെ പോയിന്റ് എവിടെയാണോ തട്ടുന്നത് അതാണെന്ന് പറയുന്നത് മാക്സിമം വാല്യൂ, മാക്സിമം ഔട്ട്പുട്ട് പവർ എന്നാണ്. ഇനി നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല എന്താണ്, ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ നമുക്ക് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്, പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. സോ ഐഡിയൽ പവർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ VOC യും ISC യും, അതായത് ഐഡിയൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, VOC ഇൻറ്റു ISC, അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഐഡിയൽ കേസാണ് പറയുന്നത്. ഓക്കെ, ഐഡിയൽ കേസിൽ എപ്പോഴാണോ കറണ്ട് 0 ആവുന്നതും വോൾട്ടേജ് കറസ്പോണ്ടിങ് വോൾട്ടേജ്, ഓക്കെ, കറണ്ട് 0 ആണ് കറസ്പോണ്ടിങ് വോൾട്ടേജ്, അതേപോലെ വോൾട്ടേജ് 0 ആണ് കറസ്പോണ്ടിങ് അതാണ് ഐഡിയൽ പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഐഡിയൽ പവർ എന്ന് പറഞ്ഞാൽ VOC ഇൻറ്റു ISC ആണ്. ആൻഡ് മാക്സിമം യൂസ്ഫുൾ പവർ എന്ന് പറയുന്നത് VM ഇൻറ്റു IM ആണ്, മാക്സിമം യൂസ്ഫുൾ പവർ. സോ ഇത് തമ്മിലുള്ള റേഷ്യോ, അത് മാക്സിമം യൂസ്ഫുൾ പവർ ഡിവൈഡ് ബൈ ഐഡിയൽ പവർ, അതാണ് ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫിൽ ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇറ്റ് ഗീവ്സ് ദ എഫിഷ്യൻസി ഓഫ് സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസി തരിക എന്നുള്ളതാണ് ഫിൽ ഫാക്ടർ ചെയ്യുന്നത്. അപ്പോൾ
എ ഹയർ ഫിൽ ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ പെർഫോമൻസ്. അപ്പോൾ ഹിൽ ഫാക്ടർ എന്ന് പറയുന്നത്, ഫിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹയർ ആണെങ്കിൽ അതിന് എന്തായിരിക്കും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ഇനി നമ്മൾ എഫിഷ്യൻസി ഓഫ് സോളാർ സെല്ലിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരുന്നത്. 100 × PM ഡിവൈഡ് ബൈ PI. PM എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ഡിവൈഡ് ബൈ PI എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് സോളാർ പവർ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10% ആണ് സാധാരണ ഉള്ളത് എഫിഷ്യൻസി. ദെൻ അഡ്വാൻറ്റേജസ് ഒന്നും എന്തൊക്കെയാണ്? ഇതിന് മിനിമം സൈസാണ്, ചീപ്പാണ്, കൺവീനിയൻറ്റ് ടു ഹാൻഡിൽ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സോളാർ സെൽസ് യൂസ് ചെയ്യാം. സ്പേസ് ക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. OHS കാൽക്കുലേറ്റർ, സോളാർ വാട്ടർ ഹീറ്ററും സോളാർ കൂളർ ഇൻ സോളാർ പാനൽ, ഇവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. സോ നമ്മൾ ഇത്രയും പഠിച്ചതിൽ ഇത്രയും ഒന്നും കാണാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളാർ സെല്ല്, അതെന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ PN ജംഗ്ഷൻ സെമി കണ്ടക്ടർ. ഇറ്റ് വർക്ക്സ് ഓൺലി ഇൻ ദ ഫോർവേഡ് ബയസിങ്ങിലാണ് അത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കി കഥകളെല്ലാം എന്താണ്, ഞാൻ LED പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ സിലിക്കോൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PV മെറ്റീരിയൽ, അതറിഞ്ഞിരിക്കണം. പിന്നെ സോളാർ സെൽസിനെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, സോളാർ പാനൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ബയസിങ്ങിൻ്റെ ആവശ്യമില്ല. നോ എക്സ്റ്റേണൽ ബയസിങ് ഈസ് റിക്വേർഡ്. പിന്നെ ഇതിൽ എന്താണ് വേറെ നമുക്ക് അറിയാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് തിയറിയാണ് പറയുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് കറണ്ട് കിട്ടണമെങ്കിൽ തന്നെ കറണ്ട് ഫ്ലോസ് ഔട്ട് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് PN ജംഗ്ഷൻ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് ദെൻ ഇൻ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ദെൻ വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇത് എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ്ഡ് ഇൻ സോളാർ സെൽ. ആ എക്സാമ്പിൾ രണ്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ ഇൻഡയറക്റ്റ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോൺ ഓഫ് എനർജി ഈസ് ഫർബിഡൻ ഡ്യൂ ടു എന്തുകൊണ്ടാണ്, റിക്വയർമെൻറ്റ് മൊമെൻറ്റം കൺസർവേഷൻ. ആൻഡ് ഈ ഒരു ഇക്വേഷൻ, അതായത് ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് അറിഞ്ഞിരിക്കുക. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ദെൻ സോളാർ സെൽ, ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം, ഇൻ സിലിക്കോൺ ഫോട്ടോൺസ് ആർ അബ്സോർബ്ഡ് ഓവർ എ ഡെപ്ത് ഓഫ് 100 മൈക്രോമീറ്റർ ആൻഡ് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്നത് 1 mm ആണ്. അങ്ങനെ തിക്നെസ് ഓഫ് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 mm ആയിരിക്കണം. പിന്നെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെല്ല്, പിന്നെ ഫിൽ ഫാക്ടർ, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, VOC എന്താണ്, ISC, ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് സോളാർ സെല്ലിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.